ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുന്നത്തൂർ കോട്ടയിലേക്കാണ്. മമ്മിയൂർ സെൻറ്ററിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് പുന്നത്തൂർ കോട്ടയിലേക്കുള്ളത്. അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപ. 50-ലേറെ ആനകൾ ഈ പുന്നത്തൂർ കോട്ടയിലുണ്ട്. ഇപ്പം നമ്മൾ ചെന്നിരിക്കുന്ന സമയം നല്ല പീക്ക് സമയമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. കുറേ ആനകളൊക്കെ മാറ്റി അവർ നിർത്തിയിരിക്കുകയാണ്. അതിലെ മതപ്പാടുള്ളതും അപകടകാരികളായ ആനകളെ അവർ വേറൊരു ഭാഗത്തേക്കാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുന്നത്തൂർ കോട്ടയുടെ ഉള്ളിലൊക്കെ എൻട്രി ഇല്ല. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ടാർപ്പായി മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് മറച്ചിരിക്കുകയാണ്. അത് മെയിൻ്റനൻസ് വർക്ക് നടക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ എൻട്രൻസ്. ഇവിടെ അതേപോലെ ആനകൾക്ക് കുളിക്കാനും മറ്റും വലിയൊരു കുളം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വെയിറ്റ് നോക്കാനുള്ള വെയിറ്റിംഗ് മെഷീനും കാര്യങ്ങളും ഈ കോട്ടയുടെ അകത്ത് ഇപ്പോഴും വർക്കിംഗ് തന്നെ. പുന്നത്തൂർ കോട്ടയുടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗം, അതായത് അവരുടെ ഓഫീസ് കാര്യങ്ങളുള്ള ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇനി കാണുന്നതാണ് പുന്നത്തൂർ കോട്ടയുടെ ബാക്ക് സൈഡ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണാം, ഷീറ്റും മറ്റു കാര്യങ്ങളും. അതുപോലെ ധാരാളം ആനകളുള്ളതുകൊണ്ട് തന്നെ പട്ടകളും സമൃദ്ധി വന്ന് കിടപ്പുണ്ട്. ഓരോ ഭാഗങ്ങളിൽ ആനകൾക്ക് കഴിക്കാനായിട്ട് പട്ടകളും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഇത് ആനകൾക്ക് കുടിക്കാനായിട്ടുള്ള കുടിവെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. പണ്ട് ആനകൾ ചട്ടം പഠിപ്പിക്കുന്ന ഒരു കൂടാണിത്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ ആനകൾ നടക്കിയിരുന്നുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആനകളുടെ വീഡിയോ ആണ്. അപ്പോൾ അറിയാവുന്ന ആനകളുടെ പേര് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഞാൻ ഒരുവിധ ആനകളൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ.
അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ കാർ പാർക്കിങ്ങിന് വലിയൊരു ഗ്രൗണ്ട് തന്നെയുണ്ട്. കാർ പാർക്കിങ്ങിന് ഫീ വരുന്നത് ഏകദേശം 30 രൂപയാണ് വരുന്നത്.